പക്ഷേ ആ പറയുന്നത് കേൾക്കാൻ അതിനുള്ള ഒരു മനസ്സ്, അത് UDF പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എൻ്റെയൊക്കെ അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. UDFനൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കാൻ പോകുന്നത്. ഇനി ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ശരിക്കും നടത്താൻ ഐക്യകണ്ഠേന JRP എന്ന് പറയുന്ന പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മുത്തങ്ങയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കി. ആ പാക്കേജ് അനുസരിച്ച് 283 കുടുംബങ്ങൾക്ക്, മുത്തങ്ങ സമരത്തിനകത്ത് പങ്കെടുത്ത ആളുകൾക്ക്, ഏറ്റവും ഭൂരഹിതരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. CK ജാനുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ഇപ്പോൾ UDFനൊപ്പം സഞ്ചരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് UDF? കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് UDFന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. അത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള സമരങ്ങളും അതിനകത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുകളും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പല പ്രാവശ്യം ഞങ്ങൾ UDFന് പിന്തുണ പോലും പ്രഖ്യാപിച്ച് മൊത്തം ആളുകൾ വോട്ട് ചെയ്യുന്ന അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ജനാധിപത്യ ഒരു സംവിധാനത്തിനോടൊപ്പം പോകാൻ ഇപ്പോൾ നമ്മളുടെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു സമയം പോലും നമുക്ക് തരാറില്ല. പക്ഷേ UDFനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് ശരിക്കും നടന്നിട്ടുള്ളത്. നമ്മൾ സമരം ചെയ്യുമ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് അന്നേരം അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ആ പറയുന്നത് കേൾക്കാൻ അതിനുള്ള ഒരു മനസ്സ്, അത് UDF പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് എൻ്റെയൊക്കെ അനുഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ അത്തരത്തിൽ കേൾക്കാനുള്ളൊരിടമില്ല, അല്ലെങ്കിൽ നമ്മുടെ വാക്ക് കേൾക്കാനൊരു സ്പേസ് അവിടെ ഇല്ല എന്നതായിരുന്നു. എന്തായിരുന്നു പ്രധാന വിമർശനം? ഇല്ല, ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ച് ആവശ്യപ്പെടുകയും അവരുടെ പ്രധാനപ്പെട്ട ആളുകൾ നമുക്കൊന്ന് കാണണം, അവരുമായിട്ടൊന്ന് നമ്മളുടെ കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം എന്നൊക്കെ പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കേൾക്കാനുള്ള ഒരു ഇടം അതിനകത്ത് ഉണ്ടായിരുന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്, എന്താണ് ഒരു പ്രതീക്ഷ? എന്തായാലും UDFനൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കാൻ പോകുന്നത്. ഇനി ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ശരിക്കും നടത്താൻ ഐക്യകണ്ഠേന JRP എന്ന് പറയുന്ന പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മത്സരരംഗത്തുണ്ടാകുമോ? എന്തായിരിക്കും സാഹചര്യം? എന്തായാലും മുന്നണി എന്നുള്ള നിലയിൽ വരുമ്പോൾ അത് നിൽക്കണമല്ലോ. മത്സരരംഗത്ത് എന്തായാലും ഉണ്ടാവും. ഈ CK ജാനുവിൻ്റെ മുഖം പ്രതീക്ഷിക്കാം. എന്താണ്? അങ്ങനെ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഞങ്ങളുടെ പാർട്ടി മീറ്റിംഗ് കൂടണം, അതിനകത്തുള്ള ആളുകളുടെ തീരുമാനം ഐക്യകണ്ഠേന ഉണ്ടാവണം, അതിനൊക്കെ അനുസരിച്ച് ഒരു നിലപാട് പറയാൻ പറ്റും. CK ജാനുവിനെ കേരള രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ ഒരുപാട് സമരമുഖങ്ങളുണ്ട്. മുത്തങ്ങ സമരം പ്രധാനപ്പെട്ട സമരമാണ്. ആ കാലത്ത് UDFൻ്റെ ഭരണകാലം കൂടിയായിരുന്നു. ആ മുറിവുണങ്ങിയോ ഇപ്പോൾ നിലവിൽ UDFനൊപ്പം ചേരുമ്പോൾ? ഇല്ല, ഇപ്പോൾ ഈ മുത്തങ്ങ സമരം ഉണ്ടായത് UDFൻ്റെ ഭരണകാലത്തായിരുന്നു. അതും ഒരു യാഥാർത്ഥ്യമാണ് ശരിക്കും. ഇപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധിയൊക്കെ ആളുകളുടെ ഇടയിലുണ്ട്. പക്ഷെ അതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ ഇടപെടുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തത് UDF തന്നെയാണ്. ഇപ്പോൾ മുത്തങ്ങ സമരത്തിന് വേണ്ടി ഇപ്പോൾ LDF പോലുള്ളൊരു പ്രസ്ഥാനം ഇങ്ങനെ സെപ്പറേറ്റ് സമരം ചെയ്യുന്ന ആളുകളെ മാറ്റി നിർത്തുന്ന ഒരു സമയത്തും ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ മുത്തങ്ങയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കി. ആ പാക്കേജ് അനുസരിച്ച് 283 കുടുംബങ്ങൾക്ക്, മുത്തങ്ങ സമരത്തിനകത്ത് പങ്കെടുത്ത ആളുകൾക്ക്, ഏറ്റവും ഭൂരഹിതരായിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ നിൽക്കാനുള്ളൊരു പേസും കേൾക്കാനുള്ള ഒരു പേസും ഒരു സാഹചര്യമൊക്കെ ഉള്ളത് ഈ പ്രസ്ഥാനത്തിലൂടെ തന്നെയാണ്. പാർട്ടി ഐക്യകണ്ഠേനുള്ള തീരുമാനമാണ്. എല്ലാവരും എതിർസ്വരങ്ങളൊന്നും ഇല്ലാതെ UDFനൊപ്പം പാർട്ടി ഐക്യകണ്ഠേനുള്ള ഒരു തീരുമാനമാണ് ശരിക്കും പറഞ്ഞത്. എന്തായാലും CK ജാനു കേരളത്തിൻ്റെ രാഷ്ട്രീയ സമര ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരേടാണ്. CK ജാനുവിൻ്റെ പാർട്ടി CK ജാനു ഇനി UDFനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനാണ് തീരുമാനം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭാഗമായി പ്രചരണ രംഗത്തുണ്ടാകും, തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകും. അതിനപ്പുറത്തേക്കൊന്നും ഈ ഘട്ടത്തിൽ പറയാനില്ല എന്നാണ് CK ജാനു വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.